നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് സൈഡ് 30 mm ആൻഡ് ആക്സിസ് ലെങ്ത് 60 mm ഈസ് റെസ്റ്റിംഗ് ഓൺ HP on one of its triangular faces with its axis parallel to VP. Draw its projection. ഇത് ഫസ്റ്റ് ചോദിച്ചതായിരുന്നു, കാരണം ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാറില്ല, കാരണം ആക്സിസ് പാരലൽ ടു VP അല്ലേ ഈ കേസ്. ഇപ്പൊ ആക്സിസ് പാരലൽ ടു VP നമുക്ക് യൂഷ്വലി ഉണ്ടാകില്ല. ഇത് ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ആണ്, അപ്പൊ യൂഷ്വലി അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. Square pyramid, base side 30 mm and axis length 60 mm is resting on HP on one of its triangular face. അപ്പൊ എന്തായിരിക്കും അതിന്റെ സിമ്പിൾ പൊസിഷൻ? ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഫേസിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു റെസ്റ്റിംഗ് പൊസിഷൻസ് മറ്റൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അത് പലരും കണ്ടിട്ടില്ല, ഞാൻ നോക്കുമ്പോൾ അതിന് വളരെ വ്യൂസ് കുറവാണ്. ഓക്കെ, അപ്പൊ റെസ്റ്റിംഗ് പൊസിഷൻസ് എന്നുള്ള ആ ഒരു വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് ഒന്നുകൂടെ കാണുക, കാരണം അതിലാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്റ്റിംഗ് പൊസിഷൻസ് പറയുന്നത്. അതായത് റെസ്റ്റിംഗ് ഓൺ എഡ്ജ് വരാം, റെസ്റ്റിംഗ് ഓൺ കോർണർ വരാം, റെസ്റ്റിംഗ് ഓൺ ഫേസ് വരാം, റെസ്റ്റിംഗ് ഓൺ സ്ലാൻഡ് എഡ്ജ് വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്, സെക്കൻഡ് സ്റ്റേജിൽ എന്താണ് വരേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ എങ്ങനെയായിരിക്കും ആൻസർ? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ഇതിൽ ഏതിലാണ് സ്ക്വയർ വരയ്ക്കേണ്ടത്? ഏതിലാ വരയ്ക്കേണ്ടത്? റോൾ നമ്പർ 6 ആരാ? റോൾ നമ്പർ 6 പറയും. റോൾ നമ്പർ 6 സ്ക്വയർ എവിടെയാണ് വരയ്ക്കേണ്ടത്? എക്സൽ ടോപ്പ് വ്യൂവിൽ വരയ്ക്കണം. ടോപ്പ് വ്യൂവിൽ എങ്ങനെ വരയ്ക്കണം? എക്സ് വൺ എഡ്ജ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ട്രയാങ്കുലർ ഫേസ്, പെർപെൻഡിക്കുലർ ടു എക്സ് ലൈൻ. ശരിയാണ്, വളരെ ശരിയാണ്. അപ്പോൾ എങ്ങനെ വരയ്ക്കേണ്ടി വരും? ഇവിടെ നോക്കുക, ഞാൻ റഫ് ആയിട്ടാണ് വരയ്ക്കുന്നത്. XY ലൈനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ്, കാരണം ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ വരയ്ക്കണം, കാരണം റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ട്രയാങ്കുലർ ഫേസ്, അതായത് സ്ക്വയർ പിരമിഡ്. അപ്പോൾ സ്ക്വയർ പിരമിഡ് ഇതല്ലേ സ്ക്വയർ പിരമിഡ് വരിക. ഈ സ്ക്വയർ പിരമിഡ് ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നു. ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളൊരു പ്ലെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പ്ലെയിനിൽ ഈ ഒരു ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നു. ഒരു ഇത് അപ്പെക്സ് ഇവിടെ വരും, AB ഇവിടെ വരികയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെയാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ഇത് സ്ക്വയർ പിരമിഡ് കറക്റ്റ് ആയിട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, സോളിഡ്സ് ഇല്ല. അപ്പൊ ഈ ഫേസ്, അതായത് ABO എന്ന് പറയുന്ന ഫേസ് HP-യിലായിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ സൈഡ് എന്തായിരിക്കും? XY ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ സ്ക്വയർ പിരമിഡ് ഇങ്ങനെ വരും. സ്ക്വയർ പിരമിഡ് ഇത് വരും. ഇത് AB റെസ്റ്റ് ചെയ്യുന്ന ഫേസ് ABO, ഇത് CD എന്ന് നെയിം ചെയ്തു. ആക്സസ് എത്രയാണോ ഡയമെൻഷൻ അതിൽ വരച്ചു. അടുത്ത സ്റ്റേജിൽ എന്താ ചെയ്യേണ്ടത്? ഈ ടൈപ്പ് പ്രോബ്ലം സ്ഥിരം ചോദിക്കാറുണ്ട്. എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റേജിൽ എന്താണ്? ഇൻക്ലിനേഷൻ വിത്ത് HP ആണ് നമ്മൾ യൂഷ്വലി നോക്കുക. അതായത് ഇൻക്ലിനേഷൻ വിത്ത് HP ആണ് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പഠിച്ചു വെക്കരുത്. ചേഞ്ച് ആണ്, HP ആയിട്ടുള്ള ചേഞ്ച് ആണ് നോക്കേണ്ടത്. HP ആയിട്ടുള്ള എന്ത് ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത്? HP ആയിട്ട് എന്ത് ചേഞ്ചാ? ഇവിടെ A', ശരിക്കും ശ്രദ്ധിക്കട്ടോ, A', B', C', D' ആൻഡ് O'. അപ്പൊ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നു. ആ ഫേസ് ഏതാ? ABO. അപ്പൊ ABO HP-യിലാണ്. ഒരു ഫേസ് HP-യിലാണ്. ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ആണ്. അപ്പൊ ഇത് HP ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് HP, ഇത് VP ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് VP, ഇത് HP ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഫേസ്, ഈ ട്രയാങ്കുലർ ഫേസ് HP-യിലാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെയായിരിക്കും? XY ലൈനിലായിരിക്കില്ലേ? അതൊരു ലൈൻ ആയിരിക്കില്ലേ? കാരണം ഇതിവിടെ B, ഇത് A, ഇത് O. ഇതിന്റെയൊക്കെ ഫ്രണ്ട് വ്യൂ, ഇതിന്റെ ഫ്രണ്ട് വ്യൂ O' ഇവിടെ കിട്ടും. ബിയുടെയും എയുടെയും ഫ്രണ്ട് വ്യൂ B', A' ഇവിടെ കിട്ടും. അപ്പൊ ഈ ലൈൻ XY ലൈനിലാണ്. ഇപ്പൊ XY ലൈനിലാണോ ലൈൻ ഉള്ളത്? ആണോ? മനസ്സിലാത്തൊരു ശ്രദ്ധിക്കുക, XY ലൈനിലാണോ? അല്ല. അപ്പൊ A', B', O' XY ലൈനിലേക്ക് മാറ്റി വരയ്ക്കുക. അപ്പൊ ഈ ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ആദ്യം ഒരു പോയിന്റ് A1', B1' മാർക്ക് ചെയ്തിട്ട് ഇവിടെ O1' മാർക്ക് ചെയ്യുക. ആ A', O'-ന്റെ ലെങ്ത് ആയിരിക്കും ഈ ലെങ്ത് വരുന്നത്. ഇവിടെ ആർക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ട്രയാങ്കിൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? AC ആർക്ക് വരയ്ക്കുക, അതേപോലെ OC' ആർക്ക് വരയ്ക്കുക, OC' ആർക്ക് വരയ്ക്കുക. അപ്പൊ ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് സെൻട്രൽ ലൈൻസ് ഒക്കെ വരച്ച് ബാക്കി നമ്മൾ ചെയ്യുന്ന പോലെ പ്രൊജക്ടേഴ്സ് വരച്ച് നമുക്ക് അറിയായിരിക്കും, എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യം. ഓക്കെ,
ഇതിനെ ഇവിടത്തേക്ക് പ്രൊജക്ട് ചെയ്ത് ഇതിനെ ഇവിടത്തേക്ക് പ്രൊജക്ട് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഏതാണ്? എ ആണ്, A1 ആണ്, B1, C1 ആൻഡ് D1. ഓക്കെ, ഇവിടെ O1 കിട്ടും. മുകളിൽ നോക്കുമ്പോൾ ബേസ് കാണുന്നത് കൊണ്ട് ഞാൻ കളർ മാറ്റി വരയ്ക്കുന്നു, റെഡിൽ വരയ്ക്കുന്നു. ബേസ് എന്താണ്? വിസിബിൾ ആണ്. ഓക്കെ, ബേസിലെ കംപ്ലീറ്റ് ലൈൻസും വിസിബിൾ ആണ്. ഇതും ബൗണ്ടറി ആണ്, വിസിബിൾ ആണ്. ഇത് CO, സി നിങ്ങൾ നോക്കിയേ, സി താഴെയല്ലേ കാണുന്നത് അല്ലേ? ഓക്കെ, വ്യത്യാസമുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. ഇതെന്താണ്? നെയിം ചെയ്യുമ്പോഴുള്ള പ്രശ്നം. ഇതാണ് A1 ഡാഷ്, ഇത് B1 ഡാഷ്, ഇത് C1 ഡാഷ്, ഇത് D1 ഡാഷ്. അപ്പൊ മുകളിൽ നോക്കുമ്പോൾ ഇവിടെയാണ്, ഇതാണെന്ത്? C1, ഒരു ഡാഷ് അല്ല, മാറിപ്പോയി, അതും തെറ്റിപ്പോയി. എന്താ ഡാഷ് വരില്ല കേട്ടോ. C1 D1, A1 B1 C1 D1. ഇവിടെയാണ് C1 ഡാഷും D1 ഡാഷും വരുന്നത്. അപ്പൊ C1 ഡാഷ് D1 ഡാഷ് മുകളിലല്ലേ? ഓക്കെ, മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് COയും DOയും കാണും, ഇത് രണ്ടും കാണില്ല, കാരണം ഇത് താഴെയാണ് വരുന്നത്. അത് മാത്രമല്ല, വിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്ന ലൈൻ ഇൻവിസിബിൾ ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ഡാഷ് ലൈൻ വരയ്ക്കുക. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. കാരണം എന്താ? ആക്സിസ് ഈസ് പാരലൽ ടു VP എന്ന് തന്നു. ആക്സിസ് VPക്ക് പാരലാണ്. ഇപ്പൊ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ആക്സിസ്, ഇതല്ല ആക്സിസ് VPക്ക് പാരലാണ്, HPക്ക് ഇൻക്ലൈൻഡ് ആണ്. ആ ഇൻക്ലിനേഷൻ ഡയറക്റ്റ് തരാതെ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നതാണ് ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ പ്രോബ്ലം. പക്ഷെ ഇത് യൂഷ്വലി ചോദിക്കാൻ സാധ്യതയില്ല, കാരണം ഈ രണ്ട് സ്റ്റേജ് വെച്ച് സ്റ്റോപ്പ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ചോദിക്കുക പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യന്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യും. ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു XY ലൈൻ. അത് സാധ്യതയുണ്ട്. എന്താണ്? ഇത്രയും വരച്ചു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ ആക്സിസിനെയാണ് മാറ്റി വരയ്ക്കേണ്ടത്. ആക്സിസ് ഇവിടെ എന്തായിട്ടുണ്ട്? ഓൾറെഡി ഇൻക്ലൈൻഡ് 1 പ്ലെയിൻ ആയിട്ടുണ്ട്. ഒരു ഇൻക്ലിനേഷൻ കൂടെ കൊണ്ടുവരുമ്പോൾ ആക്സിസ് ഇൻക്ലൈൻഡ് ബോത്ത് പ്ലെയിൻ ആകും. അങ്ങനെ ആക്സിസ് ഇൻക്ലൈൻഡ് ബോത്ത് പ്ലെയിൻ ആകുമ്പോൾ എന്താവശ്യമാണ്? ട്രൂ ലെങ്ത് മാത്രമേ ട്രൂ ആംഗിൾ വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഇത് ട്രൂ ലെങ്ത് അല്ല, കാരണം ഇവിടെയാണ് ഒറിജിനൽ ലെങ്ത് കിട്ടുന്നത്. ഇവിടെ എത്തുമ്പോഴേക്കും അത് റെഡ്യൂസ്ഡ് ആകുന്നുണ്ട് അല്ലെ? ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇത് റെഡ്യൂസ്ഡ് ആകുന്നുണ്ട്. അപ്പൊ ഈ റെഡ്യൂസ്ഡ് ലെങ്തിൽ വരയ്ക്കുമ്പോൾ അത് അപ്പാരന്റ് ആംഗിൾ വേണം. ബട്ട് പ്രോബ്ലം ചെക്ക് ചെയ്ത് നോക്കുക. പ്രോബ്ലത്തിൽ ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി തന്നതുകൊണ്ട് അപ്പാരന്റ് ആംഗിൾ ആണ് തന്നത്. അപ്പൊ 45 ഡിഗ്രിയിൽ ആക്സിസ് മാറ്റി വരയ്ക്കുന്നു. 45 ഡിഗ്രിയിൽ ആക്സിസ് മാറ്റി വരച്ചിട്ട് ഇതിനബൌട്ട് എങ്ങനെ റെക്ടാംഗിൾ വരച്ചിട്ടോ എങ്ങനെയെങ്കിലും ഈ ഫിഗറിനെ മാറ്റി വരയ്ക്കുക. എന്നിട്ട് ഫൈനൽ ആൻസർ കാണും. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു VP എന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? 45 ഡിഗ്രിയിൽ ട്രൂ ലെങ്ത് ലൈൻ വരച്ച് അപ്പാരന്റ് ആംഗിൾ ബീറ്റ ഫൈൻഡ് ചെയ്തിട്ട് ഇതിനബൌട്ട്, ഈ രണ്ടാമത് ഫൈൻഡ് ചെയ്ത ഈ ലൈനിനബൌട്ട് ഈ ഫിഗറിനെ മാറ്റി വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇത്ര വരെയുള്ള ക്വസ്റ്റ്യൻസ് സാധ്യത കുറവാണ്. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. ആക്സിസ് ഈസ് പാരലൽ, ക്വസ്റ്റ്യൻ നോക്കിയൊക്കെ, ആക്സിസ് ഈസ് പാരലൽ ടു VP എന്ന് തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കിയ ക്വസ്റ്റ്യൻ നോക്ക്. ആക്സിസ് ഈസ് പാരലൽ ടു, ഇവിടെ നോക്കുക, ആക്സിസ് ഈസ് പാരലൽ ടു VP. ആക്സിസ് ഈസ് പാരലൽ ടു VP എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ആക്സിസ് ഈസ് പാരലൽ ടു VP. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് പ്രോബ്ലം തന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ട്രയാങ്കുലാർ ഫേസ് എന്ന് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ പൊസിഷൻ എന്ത് ചെയ്യണം? ഈ എഡ്ജ് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. അത് HP-യിലായതുകൊണ്ടാണ് ടോപ്പ് വ്യൂ വരച്ചത്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരയ്ക്കണം. അതായത് ഈ ലൈനെ ഇവിടെ കൊണ്ടുപോയി വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഫേസ് എഡ്ജ് ആണെങ്കിലോ? ഫേസ് എഡ്ജ് ആണെങ്കിൽ സിമ്പിൾ പൊസിഷനിൽ ഇങ്ങനെ വരും. ഫേസ് എഡ്ജ്, ഈ സൈഡിൽ എഡ്ജ് വരണം. ഓക്കെ, ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും വരിക. ഫേസ് എഡ്ജ് വന്നാൽ കോർണർ ആണ്. ഫേസ് എഡ്ജ് വന്നാലും ഇതേപോലെ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഈ ലെങ്ത്തും സെയിം ആക്കിയിട്ടാണ് വരയ്ക്കേണ്ടത്. ബട്ട് ഇവിടെ കോർണർ വരണം. കാരണം ഇവിടെ ഫേസ് എഡ്ജ്, ഇതാണ് എഡ്ജ് AO, ഇവിടെ A', O', അത് തന്നെയാണ് A1', O1' ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ ട്രയാങ്കുലർ പ്രിസം ഓഫ് ബേസ് സൈഡ് 30 mm and length 50 mm has a base edge on HP
axis is inclined at 35 degree to HP. The base edge on which it rests is inclined 45 degree to VP. Draw the projections of the solid. Okay, അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകും. എന്നിട്ട് ഇത് അസൈൻമെന്റ് ആയിട്ട് ഞാൻ തരും. ഇതിൽ ചില ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് തരും. അത് കുറെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്തായിരിക്കും. ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. ഇത് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ അയച്ചു തരും. ക്വസ്റ്റ്യൻ ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ PDF അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് സ്ക്വയർ പ്രിസത്തിന്റെ കേസിൽ. ഇവിടെ പ്രിസം മാത്രം മാറുന്നു. എന്താണ്? ട്രയാങ്കുലർ പ്രിസം ആണ്. ഓഫ് ബേസ് സൈഡ് 30 mm ആൻഡ് ലെങ്ത് 50 mm ഹാസ് ബേസ് എഡ്ജ് ഓൺ HP. അപ്പോൾ എഡ്ജ് HP യിൽ റെസ്റ്റ് ചെയ്യുന്നു. എഡ്ജ് HP യിൽ റെസ്റ്റ് ചെയ്യുന്നു. ആക്സിസ് ഈസ് ഇൻക്ലൈൻ 35 ഡിഗ്രി ടു HP. ദ ബേസ് ശ്രദ്ധിക്കട്ടോ, 35 പലപ്പോഴും മാറിപ്പോവും. 30 ഡിഗ്രി എടുത്തു. ദ ബേസ് എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ് ഈസ് ഇൻക്ലൈൻ 45 ഡിഗ്രി ടു VP. നമ്മൾ ചെയ്തതല്ലേ, സ്ക്വയർ പ്രിസത്തിന് ചെയ്തതാണ്. ഇതേപോലെ 30 ഡിഗ്രി 45 ഡിഗ്രി വെച്ചിട്ട് ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ സോളിഡ്. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ, ഇതിന്റെ സിമ്പിൾ പൊസിഷൻ ഫസ്റ്റ് എന്താ വരയ്ക്കേണ്ടത്? റോൾ നമ്പർ 21 ആരാ? 21 പറയൂ. എന്തായിരിക്കും? എന്തായിരിക്കും ഫസ്റ്റ് സിമ്പിൾ പൊസിഷൻ? എന്തായിരിക്കും? എക്സ് ലൈന് താഴെയാണോ എക്സ് ലൈന് മുകളിലാണോ ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്? ട്രയാങ്കുലർ പ്രിസം ആണ്. പ്രിസം പിരമിഡ് അല്ല കേട്ടോ, പ്രിസം ആണ്. അപ്പൊ ഒരു വ്യൂ ട്രയാങ്കിളും ഒരു വ്യൂ റെക്ടാങ്കിളും ആയിരിക്കും. ഓക്കെ, ആ ട്രയാങ്കിൾ എവിടെയാണ് വരയ്ക്കേണ്ടത്? എക്സ് ലൈന് താഴെയാണോ എക്സ് ലൈന് മുകളിലാണോ? എവിടെയാണ്? എക്സ് ലൈന് താഴെയാണ്. വളരെ ശരിയാണ്. കാരണം റെസ്റ്റിംഗ് ഓൺ HP-യിലായതുകൊണ്ട്. ഇനി അത് തന്നെ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കണം? എഡ്ജ് ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എഡ്ജ് എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണോ റൈറ്റ് സൈഡിൽ വരേണ്ടത്, അല്ലെങ്കിൽ കോർണർ ആണോ, പോയിന്റ് ആണോ വരേണ്ടത്? ഏതാ വരേണ്ടത്? അതായത് ട്രയാങ്കിൾ ഇങ്ങനെയാണോ വരയ്ക്കേണ്ടത് ഫസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇത് സെക്കൻഡ്? ഇതിൽ ഏതാണ് വേണ്ടത്? ഏതാ ഫസ്റ്റ് ഓർ സെക്കൻഡ്? കോർണർ വരണോ? കോർണർ വരണം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എന്താ? ഇവിടെ റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് ഓൺ HP. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ ആ വീഡിയോ പോയി കാണുക. എഡ്ജിൽ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ കറക്റ്റ് എന്താണ് ഇങ്ങനെ തന്നെ വരണമെന്ന് പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾ ശരിയാണോ നോക്കുന്നത് അടുത്ത സ്റ്റേജിൽ കൂടെ നോക്കിയിട്ടാണ്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞുതരാം. കാരണം എഡ്ജ് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് സൈഡിൽ തന്നെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതായിരിക്കും അതിന്റെ സിമ്പിൾ പൊസിഷൻ. ഓക്കെ, അടുത്തതിൽ നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഈ പോയിന്റ്, ഇതിപ്പോ ഇതിന് AB കൊടുത്തിട്ട് ഇവിടെ A1' B1' ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കണം. ഇനി തിരിച്ച് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചാലുള്ള കുഴപ്പം, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരിക. അടുത്ത നിങ്ങൾ എടുക്കുമ്പോൾ ഈ പോയിന്റ്, ഇതിപ്പോ ABC, ഇതപ്പോ C' ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ C1' എടുത്തിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന പോയിന്റ് XY ലൈനിൽ കാണുന്ന പോയിന്റ് C1' അല്ലേ? C1' XY ലൈൻ കാണുന്നത്. അപ്പൊ റെസ്റ്റിംഗ് ഓൺ കോർണർ ആയി പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരച്ചതെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡയറക്ഷനിലോട്ടേക്ക് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഇവിടെ AB എടുക്കണം. ഓക്കെ, A', B' ഇവിടെ എടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടേക്ക് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞത്? ഈ റെസ്റ്റിംഗ് ഓൺ എഡ്ജ് എന്ന് വന്നു കഴിഞ്ഞാൽ എഡ്ജ് റൈറ്റ് സൈഡിൽ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാം. അതേപോലെ റെസ്റ്റിംഗ് ഓൺ ഫേസ്, തൊട്ട് മുമ്പത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാലും റൈറ്റ് സൈഡിൽ എഡ്ജ് പെർപെൻഡിക്കുലർ ആയി വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഫേസ് എഡ്ജ് കോർണർ ആണെങ്കിൽ കോർണർ റൈറ്റ് സൈഡ് എടുക്കുക. ഫേസ് എഡ്ജ് ഓർ സ്ലാൻഡ് എഡ്ജ് ആണെങ്കിൽ, ഫേസ് എഡ്ജ് ഓർ സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ റൈറ്റ് സൈഡിൽ കോർണർ എടുത്തിട്ട് ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട്, അതായത് ഈ ആംഗിളും സെയിം ആക്കി വരയ്ക്കുക. ഓക്കെ, അത് എത്രയോ പ്രാവശ്യമായി പറയുന്നു, ബട്ട് പലരും അത് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ തന്നെ ചോദിച്ചപ്പോൾ തെറ്റിപ്പോകുന്നു. അത് ശരിക്കും പഠിക്കാത്തതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നവർ നിങ്ങളുടെ ക്ലാസ്സിൽ കുറെ പേരുണ്ട്. ഒരു 10-12 കുട്ടികളെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി പലർക്കും അത് പറ്റില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുക. മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇങ്ങനെ, അതിനാണ് ഞാൻ 2 കോളമൊക്കെ വെച്ച് വരച്ച് തന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യണം, സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? 21 ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല. അപ്പൊ മിസ്റ്റേക്സ് ഇങ്ങനെ വരുത്തിക്കരുത്. കാരണം ഇത് തെറ്റിക്കഴിഞ്ഞാൽ, ഇപ്പൊ നീ ഇപ്പൊ ഇങ്ങനെ വരച്ചു, കോർണർ റൈറ്റ് സൈഡിൽ എടുത്തിട്ട് വരച്ചു, ഇത് A കൊടുക്കും, ഇത് B C കൊടുത്തിട്ട്
ഇത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തത് ആക്സിസ് ഈസ് ഇൻക്ലൈൻ 35° അല്ലേ? അപ്പൊ ആക്സിസ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഈ സൈഡും 35 എടുത്തിട്ട് ഇവിടെ A1 ഡാഷ് 35 എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ് സ്റ്റേജ് വരയ്ക്കും, തേർഡ് സ്റ്റേജ് വരയ്ക്കും, മാർക്ക് 0 ആയിരിക്കും. നിങ്ങൾക്ക് അത് ആൻസർ പേപ്പർ ഞാൻ നോക്കിയില്ല, നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കാണാൻ സാധ്യതയുണ്ട്. 0 ആണ് കിട്ടുക. കാരണം എന്താണ്? സിമ്പിൾ പൊസിഷൻ തെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് സോളിഡ്സിന്റെ പ്രോബ്ലത്തിൽ ഈ സിമ്പിൾ പൊസിഷൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിപ്പോ ക്ലിയർ അല്ലേ? ഇനി അപ്പൊ ഇതെങ്ങനെ വരയ്ക്കുന്നുള്ള കാര്യം ഇത് നിങ്ങൾ ചെയ്യാതെ ഞാൻ ഓൾറെഡി ചെയ്ത പ്രോബ്ലമാണ്, ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യില്ല. സിമ്പിൾ പൊസിഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. അടുത്ത സ്റ്റേജിൽ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ. നെക്സ്റ്റ് സ്റ്റേജിൽ എന്താണ്? എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ് ഈസ് ഇൻക്ലൈൻ 45° ടു VP. ഓക്കെ, അപ്പൊ ഇത് റഫായിട്ട് ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഏതെങ്ങനെയാണ് വരിക? ഫസ്റ്റ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക, പ്രൊജക്ഷൻസ് വരയ്ക്കുക. ഇത് ABC, പിന്നെ 1 2 3. കാരണം പ്രിസ് ആണ്, ടോട്ടൽ 6 പോയിന്റ്സ് ഉണ്ടാവും. സെന്റർ ലൊക്കേറ്റ് ചെയ്യുക. ഫേസ് സ്ലാൻഡ് എഡ്ജസ് ഒന്നും വരയ്ക്കാൻ പാടില്ല, കാരണം ഇത് പ്രിസ് ആണ്. ആക്സസ് വരയ്ക്കുക. പ്രിസ് ആണ്. സ്ക്വയർ റെക്റ്റാങ്കിൾ വരയ്ക്കുക. മുകളിലായിരിക്കും A ഡാഷ് B ഡാഷ് C ഡാഷ് വരുന്നത്. താഴെ 1 ഡാഷ് 2 ഡാഷ് ആൻഡ് 3 ഡാഷ് ബ്രാക്കറ്റിലൊക്കെ ഇടാം. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാം. ഇനി ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? നെക്സ്റ്റ് സ്റ്റേജിൽ ആക്സിസ് ഈസ് ഇൻക്ലൈൻ 35° ടു HP. അപ്പൊ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. ഈ ലൈൻ 35° ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഈ A ഡാഷ് 1 ഡാഷും C ഡാഷ് 3 ഡാഷും രണ്ടും എന്തായിരിക്കും? 35° ആയിരിക്കും. കാരണം ഈ ലൈൻസ് ഒക്കെ പാരലാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ആക്സിസ് 35° എടുക്കുന്നതിന് പകരം ഈ 35°യിൽ ഈ 1 ഡാഷ് 1 ഡാഷ് 2 ഡാഷ് എടുത്തിട്ട് സെയിം ലെങ്ത്തിൽ ഇവിടെ വരെ വരുന്നു. A1 ഡാഷ് B1 ഡാഷ് ഈ ഇതിനെ മാറ്റി വരയ്ക്കുന്നു. മാറ്റി വരയ്ക്കുമ്പോൾ ഇത് രണ്ടിന്റെയും സൈസും ഷേപ്പും സെയിം ആയിരിക്കണം. ഓക്കെ, അതിന് എന്താ ചെയ്യേണ്ടത്? കോമ്പസ് ഒക്കെ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇത് പെർപെൻഡിക്കുലർ ആണ്. ഇപ്പൊ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ട് ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ മെഷർ ചെയ്ത് ഇവിടെ കൊണ്ടുപോയി കട്ട് ചെയ്യുക. ഇങ്ങനെയോ ഏതെങ്കിലും രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലോജിക്, നിങ്ങളുടെ കോമൺ സെൻസ് വിട്ട് തന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? കംപ്ലീറ്റ് ചെയ്യുക. നെയിമിങ് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ എന്താണ്? ഇവിടെ 3 ഡാഷ് വരും, ഇവിടെ C1 ഡാഷ് വരും. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊജക്ഷൻ വരുന്നത്. ഇനി ഇതിന്റെ എന്ത് വരയ്ക്കണം? ടോപ്പ് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂവിൽ ഇത് പ്രൊജക്ട് ചെയ്യുക. തിൻ ലൈൻ യൂസ് ചെയ്തിട്ട് ഓരോ ലൈനിനെയും പ്രൊജക്ട് ചെയ്യുക. അതേപോലെ ആക്സിസിനെയും പ്രൊജക്ട് ചെയ്യുക. ആക്സിസ് വരയ്ക്കണമെങ്കിൽ ഇനി ഇത് A എവിടെയാണ് വരുന്നത്? ഇവിടെ വരെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വരെ പ്രൊജക്ട് ചെയ്യണം. ഓക്കെ, Cയും 3യും ഇവിടെ വരെ വരുന്നുണ്ട്. ഇനി പോയിന്റ്സ് മാർക്ക് ചെയ്യുക. പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ ഇത് ഇവിടെ നോക്കുമ്പോൾ ഇത് 1 ആണ്, ഇത് 1, ഇത് 2. ഓക്കെ, ഇത് 3 അല്ലേ? ഇപ്പൊ 1 2 3 വന്നു. അതേപോലെ ABCD വരണം. ഇത് A1 B1, ഇത് C1 വരും. മുകളിൽ നോക്കുമ്പോൾ ABCD ആണ് വിസിബിൾ, അതുകൊണ്ട് അത് കണ്ടിന്യൂസ് തിക്ക് ലൈൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. AB BC ഇത് കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇവിടെ ഇൻവിസിബിൾ ആണ് എക്സെപ്റ്റ് ബൗണ്ടറി. ഇത് ബൗണ്ടറി ആണ്, ഇത് ബൗണ്ടറി ആണ്, ഇത് ബൗണ്ടറി അല്ല, അതുകൊണ്ട് ഡാഷ് ലൈൻ വെച്ച് വരയ്ക്കും. ഇനി 1A വിസിബിൾ ലൈൻ, 2B വിസിബിൾ ലൈൻ, 3C എന്തിനെ ക്രോസ് ചെയ്യുന്നു? ഇൻവിസിബിളിനെ ക്രോസ് ചെയ്യുന്നു അല്ലേ? അതുകൊണ്ട് ഇത് വിസിബിൾ ലൈൻ. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് ഈ റൂൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയാൽ മുകളിൽ നിന്ന് കാണൂലേ ഈ 3C കാണാൻ പറ്റൂലേ? അതുകൊണ്ട് 3C എന്താണ്? വിസിബിൾ ആണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? തേർഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആക്സിസ് ഈസ് ഇൻക്ലൈൻ 45° അല്ല തന്നിരിക്കുന്നത്. എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ് ഈസ് ഇൻക്ലൈൻ 45°. അപ്പൊ എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ് അതേതാ? ഇതാണ്. നമ്മൾ ഈ എഡ്ജല്ലേ കൺസിഡർ ചെയ്യുന്നത്. അതേതാണ്? 1 2 ആണ് നമ്മൾ എടുത്തിരിക്കുന്ന എഡ്ജ്. ഓക്കെ, അപ്പൊ ഈ 1 1 2 1 അത് ഇത് 1 1 2 1 ഈസ് ഇൻക്ലൈൻ 45° ടു VP ആണ്. അപ്പൊ 1 1 2 1 ഇവിടെ ട്രൂ ലെങ്ത് അല്ലേ? കാരണം ഈ ലെങ്ത് ആണ് ട്രൂ ലെങ്ത്. ഇത് 30 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ട്രൂ ലെങ്ത് ആണ്. അപ്പൊ ട്രൂ ലെങ്ത് ആയതുകൊണ്ട് ട്രൂ ലെങ്ത് നമുക്ക് ട്രൂ ഇൻക്ലിനേഷനിൽ വരയ്ക്കാം. വേറെ ഒന്നും നോക്കാനില്ല. എന്ത് വരയ്ക്കുക?
ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് 45 ഡിഗ്രി ലൈൻ വരച്ചിട്ട് അതിൽ ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഡാഷ് ലൈൻ തന്നെ ആയിരിക്കണേ. ഇത് ഡാഷ് ലൈൻ ആയിരിക്കണം. ഈ ട്രയാങ്കിൾ പോലെയുള്ള ഇത് റഫായി വരയ്ക്കണേ. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഫൈനൽ പ്രൊജക്ട് ചെയ്തിട്ട് ഫൈനൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതേപോലുള്ള ഞാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത്. ഇതിൽ 1-2 ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സ്ക്വയർ പിരമിഡ് 40 mm base edge and 60 mm height is on HP with one of its base edges so that the axis making 45 degree with HP and base edge making 30 degree with VP. Draw the projection. ഇത് പ്രോബ്ലം നമ്മൾ സ്ക്വയർ പ്രിസത്തിന്റെ ചെയ്തതാണ്. ആ സെയിം പ്രോബ്ലം തന്നെ, ഇപ്പൊ ചെയ്ത സെയിം പ്രോബ്ലം തന്നെ അത് സ്ക്വയർ പിരമിഡ് ആയി മാറി. ബാക്കി ആ ചേഞ്ചസ് ഇല്ലേ അത് സെയിം ആണ്. അപ്പൊ ഇത് വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സമയം വേസ്റ്റ് ചെയ്യണോ? ആരെങ്കിലും പറയേ. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം. കാരണം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്ക്വയർ പിരമിഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു. നേരത്തെ ട്രയാങ്കുലർ പ്രിസം ആംഗിൾ തന്നിരിക്കുന്നത് ഒന്ന് HP ആയിട്ടുള്ള ആക്സിന്റെ ഇൻക്ലിനേഷൻ, അടുത്തത് എഡ്ജിന്റെ ഇൻക്ലിനേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്. ഇത് നമുക്ക് ഇതിന്റെ ആൻസർ ഇങ്ങനെയാ വരിക. നമുക്ക് അറിയാൻ പറ്റും. സ്ക്വയർ പിരമിഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എഡ്ജ് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് പിരമിഡ് വരയ്ക്കുന്നു. അടുത്തത് ഇതേപോലെ എന്താണ് ആക്സിസ് 45 ഡിഗ്രി ആക്കിയിട്ട് ഇതിനെ മാറ്റി വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു ആൻസർ കിട്ടും. അതേപോലെ ഈ എഡ്ജ് അടുത്തത് 45 ഡിഗ്രി ആക്കിയിട്ട് മാറ്റി വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ അപ്പാരന്റ് ആംഗിളിന്റെ ആവശ്യമില്ല. കാരണം എഡ്ജാണ് മാറ്റി വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് എഡ്ജ് ഇതാണ്, ഇവിടെ എത്തുമ്പോൾ ഈ എഡ്ജാണ്. ഈ എഡ്ജ് ഇതിന്റെ രണ്ടും സെയിം ലെങ്ത് ആയതുകൊണ്ട് ട്രൂ ഇൻക്ലിനേഷനിൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ പെന്റഗണൽ പ്രിസം ആക്സിസ് 25 mm base side and 50 mm axis length is resting on HP on one of its base corners with its axis inclined at 40 degree to HP and parallel to VP. Draw its projection when the base side containing the resting corner are equally inclined to HP. ഓക്കെ, ഇതും ഒരു പ്രാവശ്യം, ഞാൻ 2 പ്രാവശ്യം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. എന്താണ് ആക്സിസ് പാരലൽ ടു വൺ ഓഫ് ദ പ്ലെയിൻ ആയിട്ട്. ഓക്കെ, ഇവിടെ എന്താണ് ആക്സിസ് പാരലൽ ടു VP അല്ലേ? അപ്പൊ എത്ര സ്റ്റേജിൽ ഇത് ആൻസർ കംപ്ലീറ്റ് ആവും? 2 സ്റ്റേജിൽ കംപ്ലീറ്റ് ആവും. 2 സ്റ്റേജ് മാത്രമേ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വളരെ റെയർ ആയിട്ട് മാത്രമേ ചോദിക്കുന്നുള്ളൂ. 2 ക്വസ്റ്റ്യൻ മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് കണ്ടോ നിങ്ങൾ? ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നതല്ല, ഇത് കറക്റ്റ് ആയിട്ട് തന്നതാണ്. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ വെൻ ദ ബേസ് സൈഡ്സ് കണ്ടെയ്നിങ് ദ റെസ്റ്റിംഗ് കോർണർ ആർ ഈക്വലി ഇൻക്ലൈൻഡ് ടു HP എന്ന് പറഞ്ഞതാ. ഇത് റെസ്റ്റിംഗ് ഓൺ ഏതാണ്? പെന്റഗണൽ പ്രിസം റെസ്റ്റിംഗ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ അല്ലേ? അപ്പൊ കോർണറിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതിന്റെ സിമ്പിൾ പൊസിഷൻ എന്തായിരിക്കും? റോൾ നമ്പർ 27 ആരാ? 27 പറയൂ. 27 ആണോ? ഓക്കെ, ഈക്വലി ഇൻക്ലൈൻഡ് ആകുമ്പോൾ എങ്ങനെയാണ് ഇത്? പെന്റഗൺ എങ്ങനെ വരയ്ക്കണം? പെന്റഗൺ ഇങ്ങനെ വരയ്ക്കണം അല്ലേ? ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ 2 ആംഗിളും സെയിം ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് ഈ പ്രോബ്ലത്തിൽ ആ അസംഷനും കൂടെ തന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ടേം കണ്ടിട്ട് ഞാൻ ഈ വാല്യൂ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. കുറേ കുട്ടികൾ ഇത് അറ്റൻഡ് ചെയ്തില്ല. കാരണം 2 സ്റ്റേജുകളും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നതാണ്. ബട്ട് പലരും ഇത് അറ്റൻഡ് ചെയ്യാതെ ഇതിന്റെ ചോയ്സ് ആയിട്ടുള്ള 3 സ്റ്റേജിലാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന് കാരണം തന്നെ ഈ ഒരൊറ്റ സെന്റൻസ് വന്നതാണ്. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ വെൻ ദ ബേസ് സൈഡ്സ് കണ്ടെയ്നിങ് ദ റെസ്റ്റിംഗ് കോർണേഴ്സ് ആർ ഈക്വലി ഇൻക്ലൈൻഡ് ടു HP എന്ന് പറഞ്ഞാൽ ഈ 2 ആംഗിളും സെയിം ആണ് എന്ന് പ്രോബ്ലത്തിൽ തരുവാണ്. തന്നില്ലെങ്കിലും നമ്മൾ സെയിം ആക്കി എടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് എക്സ്ട്രാ തന്നതാണ്. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, വൺ ആക്സിന്റെ ഇൻക്ലിനേഷൻ മാത്രം. ഇവിടെ സ്ക്വയർ പ്രിസം മാറിയിട്ട് എന്ത് വരും? സ്ക്വയർ പിരമിഡ് മാറിയിട്ട് പെന്റഗണൽ പ്രിസം വരും. ബട്ട് എഡ്ജിന് പകരം ഇവിടെ കോർണർ ആയിരിക്കും. അടുത്ത ചേഞ്ച് ചെയ്യേണ്ടത് ആക്സിസിനെയാണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സെയിം ടൈപ്പ് പ്രോബ്ലം ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ സ്ക്വയർ പ്രിസം ബേസ് സൈഡ് 30 mm ആൻഡ് ലെങ്ത് 50 mm ഹാസ് എ ബേസ് എഡ്ജ് ഓൺ VP. ഇത് നമ്മൾ ചെയ്തതാണ്, ക്ലാസ് ചെയ്തതാണ്. ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 35 ഡിഗ്രി ടു VP ആൻഡ് ദ റെസ്റ്റിംഗ് ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു HP. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ സോൾഡ്. ഇത് ക്ലാസ് ചെയ്ത പ്രോബ്ലം ആണ്. ഓക്കെ, ഇനി അടുത്തത്. എ സ്ക്വയർ പിരമിഡ് ഹാസ് ബേസ് 30 mm
side axis 50 mm long. It is freely suspended from one of the corners of its base. The axis അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താണ് പിന്നെ ഹോംവർക്ക് ആയിട്ട് തന്ന ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ച് പേര് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. 1-2 പേര് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോ ഉണ്ട്, അത് ഞാൻ സെൻഡ് തരാം. ക്വസ്റ്റ്യൻ നമ്പർ 7 നമുക്കറിയാവുന്ന കാര്യമാണ്. അടുത്തത്, എ ക്യൂബ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് one of its solid diagonal perpendicular to VP. The length of the solid diagonal of cube is 80 mm. Draw the projections of the cube. ഇത് നിങ്ങളിപ്പോൾ ഒഴിവാക്കുക. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യണ്ട. കാരണം ഇതാണ് ഐസോമെട്രിക് പ്രൊജക്ഷന്റെ കൺസെപ്റ്റ് ആണിത്. ഓക്കെ, അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷന്റെ കൺസെപ്റ്റ്, അതായത് 3rd മൊഡ്യൂൾ അല്ല 4th മൊഡ്യൂളിൽ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ആ സമയത്ത് ഇതിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും ഒരുമിച്ചാണ് എടുക്കുക. ഓക്കെ, ഇത് യൂഷ്വലി ചോദിക്കാൻ സാധ്യതയില്ല, ഇതുവരെ കുസായിട്ടൊന്നും ചോദിച്ചിട്ടില്ല, ബട്ട് ഒരു പ്രാവശ്യം ഇതിൽ ചോദിച്ചു. കാരണം ഇത് ഐസോമെട്രിക് ക്യൂബിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷന്റെ കൺസെപ്റ്റ് ആണിത്. ഓക്കെ, അത് ആ സമയത്ത് ഞാൻ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം എനിക്ക് വേസ്റ്റ് ആയിരിക്കും. ഞാൻ നിങ്ങളോട് ചെയ്യാൻ തന്നെയാണ് പറയാം, ചെയ്ത് തന്നിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അത് ഇപ്പോൾ ഇവിടെ വിടുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9, എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് സൈഡ് 30 mm and axis length 60 mm is resting on HP on one of its triangular face with axis parallel to VP. Draw its projections. അപ്പോൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ് കേട്ടോ. അല്ലേ, ആക്സിസ് പാരലൽ ടു VP, സ്ക്വയർ പിരമിഡ്, വൺ ഓഫ് ഇറ്റ്സ് ട്രയാങ്കുലർ ഫേസ് റെസ്റ്റ് ചെയ്യുന്നത് തൊട്ട് ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലം അല്ലേ, ആ സെയിം ടൈപ്പ് പ്രോബ്ലം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9 നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. Question number 10. A pentagonal pyramid 30 mm side of base. Pentagonal pyramid 30 mm side of base and 60 mm altitude. Rest with pyramid ആണ്, ശ്രദ്ധിക്കണേ. One of its base edge on HP. അപ്പോൾ സിമ്പിൾ ആയില്ലേ, ഫസ്റ്റ് സിമ്പിൾ പൊസിഷൻ കിട്ടിയില്ലേ. എന്താ, എഡ്ജില് HP റെസ്റ്റ് ചെയ്യുന്നു, പെന്റഗണൽ പിരമിഡ്. അപ്പോൾ XY ലൈന് താഴെ ടോപ്പ് വ്യൂ. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് കേട്ടോ. ഇത് ആദ്യമേ ചെയ്തു, ഇതിൽ മാറ്റം വരില്ല. പിരമിഡ് ആയതുകൊണ്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്യണം. ഓക്കെ, കാരണം എഡ്ജ് HP റെസ്റ്റ് ചെയ്യുന്നു എന്ന് ക്ലിയർ ആയി തന്നിട്ടുണ്ട്. സച്ച് ദാറ്റ് ഫേസ് കണ്ടെയ്നിങ് ദാറ്റ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു HP. ഈ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ചെയ്യാം, കറക്റ്റ് ആയിട്ട് ചെയ്യാം. ദ ബേസ്, ഇത് ഞാൻ എന്നോട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്കൻഡ് പൊസിഷനിൽ എന്നോട് പറയാൻ പറ്റുമായിരുന്നു. ഓക്കെ, അത് നന്നായി. ദ ബേസ് എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ് ഈസ് പാരലൽ ടു VP ആൻഡ് നിയറർ ടു ഇറ്റ്. ഡ്രോ ദ ടോപ്പ് ആൻഡ് ഫ്രണ്ട് വ്യൂസ് ഓഫ് ദ പിരമിഡ്. അപ്പോൾ ഇത് നിങ്ങൾ അസൈൻമെന്റ് എന്നല്ല, നിങ്ങൾക്ക് വേണം ഇപ്പോൾ വരയ്ക്കാം, അല്ലെങ്കിൽ ഇത് നോട്ടിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞതിൽ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞില്ലേ, അതേപോലെ 10 ഉണ്ടായിരിക്കണം. ഇപ്പോൾ വരയ്ക്കാൻ സമയം ഉണ്ടെങ്കിൽ ഇപ്പോൾ വരയ്ക്കുക, ഇല്ലെങ്കിൽ പിന്നെ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി. ഓക്കെ, ഫേസ് കണ്ടെയ്നിങ് ദാറ്റ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു HP. ദ ബേസ് എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ് ഈസ് പാരലൽ ടു VP ആൻഡ് നിയറർ ടു ഇറ്റ്. ഡ്രോ ദ ടോപ്പ് ആൻഡ് ഫ്രണ്ട് വ്യൂസ് ഓഫ് ദ പിരമിഡ്. ഓക്കെ, ഈ പോസ്റ്റിന് കുറേ പ്രശ്നങ്ങളുണ്ട്, പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ വായിച്ചിരിക്കുന്നത് ഓരോ കഷ്ണമായിട്ട് വായിച്ചിരിക്കുന്നതാണ്. ഞാൻ അങ്ങനെ വായിക്കുന്നവർക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്, അതുപോലെ അങ്ങ് പോകും. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഇമാജിൻ ചെയ്ത് ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ഈ പ്രോബ്ലം തിരിക്കുക. കാരണം ക്വസ്റ്റ്യൻ എന്താണ്, പെന്റഗണൽ പിരമിഡ് ബേസ് എഡ്ജ് ഓൺ HP എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. സച്ച് ദാറ്റ് ഫേസ് കണ്ടെയ്നിങ് ദാറ്റ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ. ഓക്കെ, ആ എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫേസ്, അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരണമെങ്കിൽ എൻ്റെ കയ്യിൽ പിരമിഡ് ഒന്നും ഇല്ല, ഒന്ന് കിട്ടിയൊരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇത് ട്രയാങ്കുലർ പിരമിഡ്. ഓക്കെ, ഇത് ട്രയാങ്കുലർ പിരമിഡ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് വരുന്നത്, റൈറ്റ് സൈഡ് ആണോ? അപ്പെക്സ് നിങ്ങളെ റൈറ്റിലാണുള്ളത്. അപ്പെക്സ് കാണുമ്പോൾ റൈറ്റിലാണോ അപ്പെക്സ് ഉള്ളത്? ഇവിടെ. അപ്പോൾ ഈ പെന്റഗണൽ പിരമിഡ് വരെ ട്രയാങ്കുലർ പിരമിഡ് എന്ന് മാറ്റി ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ HP. ഓക്കെ, പെന്റഗണൽ പിരമിഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു. പിന്നെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ സച്ച് ദാറ്റ് ആക്സിസ് ഈസ് പാരലൽ ടു VP ആണ്. ആക്സിസ് പാരലൽ ടു VP ആണ്. അത് രണ്ടാമതായി തന്നു. ആദ്യം തന്നിരിക്കുന്നത് ഈ
എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഫേസ് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇതിനെ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതായത് എഡ്ജിൽ റെസ്റ്റ് ചെയ്തു, എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഫേസ് ഇൻക്ലൈൻഡ് അല്ല, പകരം ഇൻക്ലൈൻഡ് ആണ്. ഇതിനാണ് ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, 30 ഡിഗ്രിക്ക് പകരം അല്ലെങ്കിൽ 45 ഡിഗ്രിക്ക് പകരം ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് ഇത്. എന്നിട്ട് എന്താ തന്നിരിക്കുന്നത്? ഈ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് വി പിക്ക് പാരലാണ്. ഇപ്പൊ വി പിക്ക് പെർപെൻഡിക്കുലർ അല്ലേ? ഇതല്ലേ വി പി? വി പിക്ക് പെർപെൻഡിക്കുലർ അല്ലേ? വി പിക്ക് പാരലാണ്. അപ്പൊ ഇതും ഇതിപ്പോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇത് വി പിക്ക് പാരലായി. ബട്ട് ഇതും തെറ്റാണ്. വി പിക്ക് പാരലൽ ആൻഡ് നിയറർ ടു വി പി. ഇത് വി പിക്ക് നിയർ ആണോ? ഞാനാണ് വി പി എങ്കിൽ വി പിക്ക് എവേ അല്ലേ ഇത്? ഇപ്പൊ വി പിക്ക് നിയർ ആണെങ്കിൽ പാരലൽ എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണം? ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഈ പാരലൽ സൈഡ് ഇവിടെ വരണം. ഇങ്ങനെയാണ് ആൻസർ വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇമാജിൻ ചെയ്ത് ചെയ്യുന്ന പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നതാണ്, ഇത് ഇതല്ലേ ഇങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ സിമ്പിൾ പൊസിഷൻ ഇങ്ങനെ എടുക്കും. അതായത് ഇങ്ങനെ എടുക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഈ എക്സ് വൈ ലൈനിന് പാരലായിട്ട് എഡ്ജ് വരയ്ക്കും. ഓക്കെ, അതായത് നിങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ പിന്നീട് പറയാം. എക്സ് വൈ ലൈന് പാരലായിട്ട് എഡ്ജ് എടുക്കും. ബട്ട് എക്സ് വൈ ലൈന് പാരലായിട്ട് എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താ? പിന്നെ ഇതിനെ പെർപെൻഡിക്കുലർ ആക്കുമ്പോൾ ഇത് റെസ്റ്റിംഗ് ഓൺ എന്തായി പോവും? കോർണർ ആയി പോവും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണ്, റെസ്റ്റിംഗ് ഓൺ എഡ്ജ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ എഡ്ജ് റൈറ്റ് സൈഡിൽ എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ എടുക്കുക. അടുത്ത സ്റ്റേജ് ഇതിനെ പെർപെൻഡിക്കുലർ ആക്കുക. അതിന്റെ അടുത്ത സ്റ്റേജിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈന് പാരലാക്കി വെക്കുക. അങ്ങനെ ചെയ്യൂടെ? ഇതിൽ ചേഞ്ച് അല്ലേ? ഫസ്റ്റ് ചേഞ്ച്, അതായത് സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യേണ്ടത് ഇത്. അതായത് ഫ്രണ്ട് വ്യൂവിലെ ട്രയാങ്കിളിനെ പിടിച്ചിട്ട് ഒരു സൈഡ് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ട്രയാങ്കിൾ മാറ്റി വരയ്ക്കുക. അടുത്ത സ്റ്റേജിൽ ഈ സെക്കൻഡ് ടോപ്പ് വ്യൂന ഈ എഡ്ജ് അവിടെ ഉണ്ടാവും, സെക്കൻഡ് ടോപ്പ് വ്യൂ ഉണ്ടാവും. ആ എഡ്ജ് യൂഷ്വലി ഇൻക്ലൈൻ 45 ഡിഗ്രി ടു വി പി എന്നൊക്കെയാണ് പ്രോബ്ലം തരിക. അത് 45 ഡിഗ്രി അല്ലാതെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈന് പാരലായിട്ട് വരയ്ക്കുക. അങ്ങനെ എക്സ് വൈ ലൈന് പാരലായിട്ട് വരയ്ക്കുമ്പോൾ അത് എന്ത് ചെയ്യണം? എക്സ് വൈ ലൈന് നിയർ ആക്കി എടുത്തിട്ട് വരയ്ക്കുക. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ കൺസെപ്റ്റ്. അതിനെ വിഷ്വലൈസ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ചെയ്യുന്നവർക്ക് മിസ്റ്റേക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്തവർ, ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുന്നവരൊന്നും ശ്രദ്ധിക്കില്ല. കാരണം എന്താ, അവർ നോക്കുമ്പോൾ എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരയ്ക്കും. അടുത്ത സ്റ്റേജിൽ ചേഞ്ച് വരുന്നത് എന്താണ്? ഈ ഫേസ് ഇപ്പൊ ഇംഗ്ലൈൻഡ് ആണ് അല്ലെ? ഫേസ് ഇംഗ്ലൈൻഡ് എച്ച് പി ആണ്. ആ ഫേസിനെ പിടിച്ചിട്ട് പെർപെൻഡിക്കുലർ എച്ച് പി ആക്കണം. അത് വരയ്ക്കും. അതിന്റെ അടുത്ത സ്റ്റേജിൽ എന്താ? അടുത്ത സ്റ്റേജിൽ വി പി ആയിട്ടാണ്. വി പിക്ക് എന്താണ്? ഈ എഡ്ജ് പാരലാണ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ വി പിക്ക് എഡ്ജ് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അതിനെ റൊട്ടേറ്റ് ചെയ്ത് പാരലാക്കി വെച്ച് ഈ സെക്കൻഡ് ടോപ്പ് വ്യൂ മാറ്റി വരച്ചിട്ട് അതിൽ നിന്ന് ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ വീഡിയോ ഓഫ് ചെയ്യാണ്. വീഡിയോ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് വരികയാണ്. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. എ പെന്റഗണൽ പിരമിഡ് 30 mm side of base and 60 mm altitude rest with one of its base edge on HP such that face containing that edge is perpendicular to HP. The base edge on which it rests is parallel to VP and nearer to it. Draw the top and front views of the pyramid. ഇതാണ് ചോദിച്ചതിൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറേ പേര് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. വാല്യൂ ചെയ്യുന്നത് കണ്ടതാണ്. കുറേ പേര് ഇതിന്റെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എക്സ് വൈ ലൈൻ വരയ്ക്കുക. എക്സ് വൈ ലൈൻ വരച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? പെന്റഗണൽ പിരമിഡിന്റെ ടോപ്പ് വ്യൂ ആയിട്ട് പെന്റഗൺ വരയ്ക്കണം. കാരണം ഇത് റെസ്റ്റിംഗ് ഓൺ എന്താണ്? ബേസ് എഡ്ജ് ഓൺ എച്ച് പി ആണ്. ആ എച്ച് പിക്ക് ആയതുകൊണ്ട് എക്സ് വൈ ലൈന് താഴെയായിട്ട് പെന്റഗൺ വരയ്ക്കണം. പെന്റഗൺ എടുക്കട്ടെ. എഡ്ജ് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആയി വരുന്ന രീതിയിൽ പെന്റഗൺ വരയ്ക്കുക. പെന്റഗണൽ പ്രിസം സൈഡ് 30 ആണ്. 30 സൈഡില് പെന്റഗണൽ പ്രിസം കുറച്ചുകൂടെ വലുതാണ്. പറയാം. ഓക്കെ, പെന്റഗണൽ പിരമിഡിന്റെ ടോപ്പ് പ്രിസം അല്ല, പിരമിഡിന്റെ ടോപ്പ് വ്യൂ പെന്റഗൺ വരയ്ക്കണം. അപ്പൊ എഡ്ജ് പെർപെൻഡിക്കുലർ ആയി വരുന്ന രീതിയിൽ. എങ്ങനെ? ഇവിടെ ഇത് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത്. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. ഇതൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്യും. ഇത് ഞാൻ ടിക്കായി വരയ്ക്കുന്നു.
ഇനി നെയിം ചെയ്യാം. അതിന് മുമ്പേ നമുക്ക് അപ്പെക്സ് ലൊക്കേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇതിന്ന് സെന്ററിന്റെ ഹാഫിലേക്ക് വരയ്ക്കുക. സോറി, ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിലേക്ക് വരയ്ക്കുക. ബൈസെക്ടർ വരയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പെക്സ് കിട്ടി. ഇതാണ് O. ബാക്കി നെയിം ചെയ്യുക. ഇത് A, B, C, D ആൻഡ് E. ഇനി ഫേസ് എഡ്ജ് ജോയിൻ ചെയ്ത് വരയ്ക്കണം. അത് തിക്ക് ലൈൻ യൂസ് തന്നെ വരയ്ക്കുക. അത് AO, BO, CO, DO ആൻഡ് EO. അതോടെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. 3 മാർക്ക് കിട്ടും. ഇത്രയും ചെയ്താൽ 3 മാർക്ക്. 3 മാർക്സിനുള്ളത് കംപ്ലീറ്റ് ആയി. ഡയമെൻഷൻ വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ അവസാനം ചെയ്യാം. ഇനി എന്ത് വരയ്ക്കണം? ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ വരയ്ക്കണേ പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. ഡിയിൽ നിന്ന് CE ഒരു ലൈനിലായിരിക്കും. ആക്സസ് ലൈൻ ഈ AB ലൈൻ. നെയിം ചെയ്യുക. ഇത് D ഡാഷ്. ലെറ്ററിംഗ് യൂസ് നെയിം ചെയ്യാം. ഇവിടെ 2 പോയിന്റ് ഉണ്ട്. C ഡാഷ് വിസിബിൾ, ബ്രാക്കറ്റിൽ E ഡാഷ്. ഇവിടെ 2 പോയിന്റ് B ഡാഷ്, A ഡാഷ്. അടുത്തത് ആക്സിസ് വരയ്ക്കുക. ആക്സിസിന്റെ ഹൈറ്റ് 60 ആണ്. വെർട്ടിക്കൽ ലൈന് വരയ്ക്കുക 60 mm. അപ്രോക്സിമേറ്റ്ലി എടുത്ത് നോക്കട്ടെ. ഇവിടെ വരെ വരും. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ O ഡാഷ് കിട്ടും. ബാക്കി സ്ട്രെയിറ്റ് ലൈൻ യൂസ് ജോയിൻ ചെയ്യുക. ബേസ് എഡ്ജസ് ഒക്കെ വിസിബിൾ ആണ്. കണ്ടിന്യൂസ് സ്റ്റിക്ക് ലൈൻ യൂസ് ചെയ്യുക. O ഡാഷ് D ഡാഷ് ജോയിൻ ചെയ്തു. O ഡാഷ് B ഡാഷ് ആൻഡ് O ഡാഷ് A ഡാഷ് സെയിം ലൈനാണ് ജോയിൻ ചെയ്തു. പിന്നെ C ഡാഷ് O ഡാഷ് ആൻഡ് E ഡാഷ് O ഡാഷ് സെയിം ലൈനാണ്, അതും ജോയിൻ ചെയ്തു. ഓക്കെ, ഇത് ചെയിൻ ഇൻ സിംഗിൾ ഡാഷ് വെച്ച് വരയ്ക്കുന്നു. ചെയിൻ ഇൻ സിംഗിൾ ഡാഷ് വെച്ച് വരയ്ക്കുന്നു. കുറച്ച് ഇറേസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. 6 മാർക്ക് 6 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് അടുത്ത എന്താണ് HP ആയിട്ടുള്ള ചേഞ്ച്. അതിവിടെ എന്താ തന്നിരിക്കുന്നത്? such that face containing that edge means AB കണ്ടെയ്ൻ ചെയ്യുന്ന ഫേസ് ഏതാ? ഇതാണ് ABO ഈസ് പെർപെൻഡിക്കുലർ ടു HP. അതാണ് HP ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ABO HPക്ക് പെർപെൻഡിക്കുലർ ആണ്. ഇപ്പൊ ഇവിടെ A ഡാഷ് B ഡാഷ് O ഡാഷ് കിട്ടിയില്ലേ? ഈ A ഡാഷ് B ഡാഷ് O ഡാഷ് ഈ ലൈൻ എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം? HPക്ക് പെർപെൻഡിക്കുലർ. ദാറ്റ് മീൻസ് ഫ്രണ്ട് വ്യൂവില് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ ലൈൻ വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഏതാ? B1 ഡാഷ് A1 ഡാഷ് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റിലൂടെ അവിടെ കുറച്ച് മാറ്റം വരുത്താണ്. കാരണം ഇങ്ങോട്ടേക്ക് പോവില്ലേ, സ്പേസ് ഉണ്ടാവില്ല. കുറച്ചുകൂടി ഇപ്പുറത്ത് മാർക്ക് ചെയ്യും. ഇവിടെ B1 ഡാഷ് A1 ഡാഷ് മാർക്ക് ചെയ്യും. ഇത് ക്ലിയർ അല്ലേ? ഇനി എന്താ ചെയ്യണ്ടേ? റോൾ നമ്പർ 33 ആരാ? 33 അല്ലേ? ഇനി എന്താ ചെയ്യണ്ടേ പറയാൻ പറ്റുമോ? അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താണ് വരയ്ക്കേണ്ടത്? എന്താണ്? D ഡാഷ് ലെങ്ത് എടുത്തിട്ട്
ഡി എങ്ങനെ ലെങ്ത് എടുക്കുമ്പോൾ 2 പോയിന്റ് പറയണ്ടേ? ഏതാ ലെങ്ത്? 2 എൻഡ് പോയിന്റ് പറഞ്ഞോ ലൈനിന്റെ. എല്ലാത്തിനും നെയിം ചെയ്തിട്ടുണ്ടോ ഞാൻ? ബി ഡാഷ്, എ ഡാഷ്, ഒ ഡാഷ്, ഡി ഡാഷ്, സി ഡാഷ്. ഏത് ലെങ്ത്, ഏത് ലൈനാണ് എടുക്കേണ്ടത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? One of its base edge on HP such that the face containing that edge is perpendicular to HP. Face containing that edge ഏതാ? ABO. ABO ആണ് എന്തിന് പെർപെൻഡിക്കുലർ? എച്ച് പിക്ക് പെർപെൻഡിക്കുലർ. അപ്പൊ ഏത് ലൈനാണ് എക്സ് ലൈനായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് വരേണ്ടത്? എന്താ പറഞ്ഞോ? ഓ ഡാഷ് ലൈന് എന്ത് വരയ്ക്കണം? എങ്ങനെ വരയ്ക്കണം? എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. വളരെ ശരിയാണ്, പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ്. അപ്പൊ ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ അത് വരയ്ക്കാൻ നമ്മൾ എന്താ, ഞാനിപ്പോ ഇവിടെ, നിങ്ങൾക്കത് കുഴപ്പമില്ല, പെർപെൻഡിക്കുലർ ലൈന് വരച്ചിട്ട് ആർക്ക് കട്ട് ചെയ്താൽ മതി. ഇവിടെ ഒരു തിൻ ലൈൻ യൂസ് ചെയ്ത് ലൈന് വരയ്ക്കുകയാണ്. സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്ത് മെഷർ ചെയ്യാം. സ്ക്വയർ വേണ്ട. ഞാനിത് മെഷർ ചെയ്യാണ്. കോമ്പസ് എടുത്ത് കട്ട് ചെയ്താൽ മതി. കോമ്പസ് എടുത്ത് കട്ട് ചെയ്തതിനേക്കാളും ഇതിൽ സുഖം സ്കെയിൽ എടുക്കുന്നതാണ്. എത്രയാണ്? 8 ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ അത് ഇവിടത്തേക്ക് എടുക്കുന്നത് 5.8. ഇവിടെ പോയിന്റ് കിട്ടും. ഇതാണ് പോയിന്റ്. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യണം? ഈ പോയിന്റ് ആണ്, ഈ പോയിന്റ് ആണ് O1 ഡാഷ്. ഓക്കെ, അപ്പൊ അതിലൂടെ ലൈന് വരയ്ക്കാം. ഈ ലൈൻ വരയ്ക്കും. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി എന്താ? ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യണ്ടേ? അതിനെന്ത് ചെയ്യണം? പോയിന്റ് ഡി ലൊക്കേറ്റ് ചെയ്യണം. പോയിന്റ് ഡി ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ബി ഡി ആർക്ക്, ബി ഡാഷ് ഡി ഡാഷ് ആർക്ക്, ഒ ഡാഷ് ഡി ഡാഷ് ആർക്ക് കട്ട് ചെയ്യും. ഓക്കെ, കോമ്പസ് എടുക്കാം. ഇത് രണ്ടിന്റെയും ലെങ്ത് സെയിം ആയിരിക്കില്ല കേട്ടോ. നേരത്തെ എടുത്ത 5.8 ആയിരിക്കില്ല ഇവിടെ, കാരണം പെന്റഗൺ ആയതുകൊണ്ട് ഇത് സിമെട്രിക് അല്ല. ഹെക്സഗൺ ഒക്കെ ആണെങ്കിൽ സെയിം ആയിരിക്കും. ഈ ലെങ്ത് ആർക്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് ആർക്ക് കട്ട് ചെയ്യും. ഇവിടെ ആർക്ക് കട്ട് ചെയ്തു. അടുത്ത ലെങ്ത് കിട്ടുമോ നോക്കാം. അത് ചെറുതാകുമ്പോൾ കിട്ടില്ല. കറക്റ്റാണ്. ഇതെടുത്തിട്ട് ഇവിടുന്നും ആർക്ക് കട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ആയിരിക്കും എന്ത് വരിക? ഇതാണ് D1 ഡാഷ്. ഇനി ലൈൻ ജോയിൻ ചെയ്യാം. ഈ ലൈൻ ജോയിൻ ചെയ്യാം, ഇത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആയി. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രി ആയിരിക്കും, കാരണം ഫേസ് കണ്ടെയ്നിങ് ദാറ്റ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു HP എന്നാണ്. ഓക്കെ, ഈ ടൈപ്പ് പ്രോബ്ലം ശ്രദ്ധിക്കുക. ഇനി ഇതിൽ മാർക്ക് ചെയ്യുക. ബാക്കി എന്താ, സ്കെയിൽ എടുത്ത് മാർക്ക് ചെയ്യുക.
ഈ രണ്ട് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. ആക്സസിന്റെയും ഇതും എത്ര വരുന്നത് 1.5ഉം 2.2. ഇതില് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. കോമ്പസ് എടുത്ത് കട്ട് ചെയ്യുക. 1.5ഉം 2.2. 1.5 ഇവിടെ വരും. 2.2 അവിടെ വരും. ഓക്കെ. ഇനി ഈ പോയിന്റിലൂടെ ഓക്കെ ഈ പോയിന്റ് മാർക്ക് ചെയ്യുക ആദ്യം. ഇതേതാണ്? ഇട്ടിരിക്കുന്ന പോയിന്റ് ആണ് ഇത്. C1 ഡാഷും E1 ഡാഷും വരുന്ന പോയിന്റ്. ഇത് ആക്സിസിന്റെ ലൈൻ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് സ്റ്റിക്ക് ലൈൻ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. അടുത്ത ചെയിൻ ഇൻ സിംഗിൾ ഡാഷ് യൂസ് ചെയ്ത് ആക്സിസ് വരയ്ക്കുക. കട്ടായോ? ഒരു സൗണ്ട് കേട്ടത്. കട്ടായിട്ടില്ലല്ലോ? കേൾക്കുന്നില്ലേ? കാരണം സൗണ്ട് കേട്ടതുകൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഗൂഗിൾ മീറ്റിങ്ങിനെ കട്ടായിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇത് ചെയിൻ ഇൻ സിംഗിൾ ഡാഷ് യൂസ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നല്ല രസമാണ്. കാരണം ഇത് ഒരൊറ്റ ലൈനിലാണ് വരിക. ഓക്കെ, ഈ ഓയും ഈ ഫേസില്ലേ BAO അത് മുകളിൽ നോക്കുമ്പോൾ എന്തായിട്ട് കാണും? ഒരു ലൈൻ ആയിട്ടില്ലേ കാണുക. ഓക്കെ, അതുകൊണ്ട് വരച്ചു വരുമ്പോൾ നമുക്കൊരു പ്രത്യേകത കാണാൻ പറ്റും. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുക. പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. അത് ഞാനിപ്പോൾ തിക്ക് ലൈൻ യൂസ് തന്നെ വരയ്ക്കുന്നത്. കളർ മാറ്റിയെന്ന് മാത്രം. ഒരു ലൈൻ ഇതാണ്, അടുത്ത ലൈൻ ഇത്. ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് എവിടെ വരെയാണ് അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ടോപ്പിൽ നിന്ന് വരയ്ക്കുക. ടോപ്പിൽ നിന്ന് വരയ്ക്കുന്ന ഞാൻ വേറെ കളർ എടുക്കാം. The axis ഓക്കെ. ഇനി പോയിന്റ്സ് മാർക്ക് ചെയ്യാം. പോയിന്റ്സ് ഇവിടെ A ഇവിടെ കിട്ടും. ഓക്കെ, B ഇവിടെ കിട്ടും അല്ലേ? എയുടെ ബിയുടെ ലൈൻ ഇതാണ്. ഓയോ അതും ഇവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് A1 O1 ആൻഡ് B1 ഇവിടെ കിട്ടും. ഇത് ആക്സിസിന്റെ ലൈൻ. ഇവിടെ കാണുന്നത് സിയും ഇ ആണ്. E1 ഇവിടെ C1. ഈ പോയിന്റ് ഏതാണ്? D1. ഇനി എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. അപ്പൊ മുകളിൽ നോക്കുമ്പോൾ അപ്പെക്സ് ആണ് വിസിബിൾ, ബേസ് ഇൻവിസിബിൾ എന്നുള്ള രീതിയിൽ ബൗണ്ടറി ലൈൻസ് ഒക്കെ വിസിബിൾ ആക്കി വരും. ഇത് വിസിബിൾ ആയിരിക്കും. അടുത്തത് ഇവിടത്തേക്കാണ് പോകുന്നത്. ഇത് വിസിബിൾ ആയിരിക്കും, കാരണം ഇത് ബൗണ്ടറി ആണ്. ഇത് വിസിബിൾ ആയിരിക്കും, ഇത് വിസിബിൾ. ഇങ്ങനെ ഒരു പെന്റഗണാ കിട്ടുക അല്ലേ? കാരണം എന്താ? മുകളിൽ നോക്കുമ്പോൾ അതാണ് ഇതിന് ഈ ഒരു ഇതിന്റെ പ്രത്യേകത വരുന്നത്. ഇനി മുകളിൽ നോക്കുമ്പോൾ കാണുക ഏതാണ്? DO മാത്രമേ വിസിബിൾ ആയിരിക്കും. മുകളിൽ നോക്കുമ്പോൾ DO മാത്രമേ വിസിബിൾ ആയിരിക്കും. ഈ രണ്ട് ലൈനും ഇൻവിസിബിൾ ആയിരിക്കും. O ആയിട്ട് ജോയിൻ ചെയ്യും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ഡാഷ് ലൈനായി. ഇത് താഴെ കാണുന്ന ലൈനാണ് CO. ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് വ്യൂ കിട്ടുക. ഓക്കെ, അതിന് കാരണം ഈ പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ്. ഇത് ഒരൊറ്റ ലൈനിലാണ് കിട്ടുക. ഓക്കെ, അടുത്ത സ്റ്റേജ് എന്താ? ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും കഴിയും. തേർഡ് സ്റ്റേജ് എന്താ?
തേർഡ് സ്റ്റേജിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. തേർഡ് സ്റ്റേജിൽ തന്നിരിക്കുന്നു ദ എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് റസ്റ്റ് ഈസ് പാരലൽ ടു വി പി. എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് റസ്റ്റ് ഏതാണ്? എ ബി ആണ് ഇവിടെ അല്ലെ. എ ബി ഇപ്പോ എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ടു വി പി ആണ്. അതെന്താക്കണം? പാരലൽ ടു വി പി ആക്കണം. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റേജിൽ തേർഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ വി പി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് ആണ് നോക്കേണ്ടത്. അത് ഇവിടെ എന്തായിരിക്കുന്നത്? എഡ്ജ് ഈസ് പാരലൽ ടു വി പി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ബി വൺ എന്ന് പറയുന്ന ഈ എഡ്ജ് വി പിക്ക് പാരൽ അല്ല, വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. വി പിക്ക് പാരൽ ആണെങ്കിൽ അത് എക്സ് വൈ ലൈന് പാരലായിട്ട് ടോപ്പ് വ്യൂവിൽ കാണും. ഓക്കെ, അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? വി പിക്ക് പാരലാക്കി മാറ്റി വരയ്ക്കണം. അപ്പൊ അതിനെന്താ ചെയ്യാം? എന്താ ചെയ്യുക? ഇവിടെ ഫസ്റ്റ് എ ബി വൺ എവിടെയെങ്കിലൊക്കെ പാരലൽ ടു വി പി ആൻഡ് നിയറർ ടു ഇറ്റ് എന്നും കൂടെ പറഞ്ഞു. നിയറർ ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ റഫായി വരയ്ക്കുകയാണ്. എ ടു ബി ടു എക്സ് വൈ ലൈന് പാരലായിട്ട് വരയ്ക്കണം. എന്നിട്ട് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുക, ഈ പെന്റഗൺ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അത് റെക്ടാങ്കിളുകൾ കൊണ്ടുവച്ചോ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ ഇതും പാരലൽ ടു വി പി ആണ്, ഇതും എന്താണ്? പാരലൽ ടു വി പി ആണ്. ഓക്കെ, ഇപ്പൊ രണ്ട് ആൻസർ അല്ലേ? ആരെങ്കിലും ചോദിച്ചോ? എന്തോ ഡൗട്ട്? ഒരു മൈക്ക് ഫോണായ സൗണ്ട് കേട്ടല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. രണ്ട് ആൻസർ ഉണ്ട്, ഇങ്ങനെ വരയ്ക്കാം. ഇത് രണ്ടും പാരലൽ ടു വി പി ആണ്. ബട്ട് പ്രോബ്ലത്തിൽ നിയറർ ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ നിയറർ ടു വി പി ആകുമ്പോൾ എക്സ് ലൈന് നിയർ ആയിരിക്കും. അപ്പൊ ഇതാണ് ഈ കേസിൽ ആൻസർ. ഈ നിയറർ ടു വി പി എന്ന് പ്രോബ്ലത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് ആൻസർ. ശ്രദ്ധിക്കുക കേട്ടോ, വളരെ റയർ ആയിട്ട് മാത്രമേ പ്രോബ്ലത്തിൽ ഇങ്ങനെ പൊസിഷൻ തരുന്നുള്ളൂ. ഇത് നിയറർ ടു വി പി, ഇത് എവേ ഫ്രം വി പി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത് മാറ്റി വരയ്ക്കണം. മാറ്റി വരച്ചു കഴിഞ്ഞാൽ ഈ മാറ്റി വരച്ച് നേരെ മുകളിലേക്ക് പ്രൊജക്ട് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഞാൻ മാറ്റി വരയ്ക്കുന്നത് കൂടെ പറഞ്ഞു തരാം. കുറച്ച് പേർക്ക് ഇപ്പോഴും അത് ശരിയായിട്ടുണ്ടാവില്ല. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ അതിന് സ്കെയിൽ എടുക്കുന്നു. ഒരു ലൈൻ, ആ നിയറർ ടു വി പി 10 mm ഇൻഫ്രണ്ട് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തെടുക്കണം? ഈ ഡിസ്റ്റൻസ് 10 എടുക്കണം. പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിയറർ ടു വി പി ആൻഡ് 10 mm ഇൻഫ്രണ്ട് ഓഫ് ഇറ്റ് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ ആ 10 mm ഇൻഫ്രണ്ട് ആയിട്ട് വേണം ഈ എ ബി വൺ എന്നുള്ള എ ബി ടു എന്നുള്ള ലൈൻ വരയ്ക്കേണ്ടത്. ഇവിടെ തരാത്തതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. ജസ്റ്റ് ഒരു ലൈന് വരയ്ക്കുക. ഓക്കെ, ഒരു ലൈൻ വരയ്ക്കുന്നു. ഒരു ലൈൻ വെറുതെ വരച്ചു വെക്കുന്നു. അപ്പൊ അതിന്റെ സൈസൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഞാൻ കുറച്ച് മുകളിലോട്ടേക്ക് മാറ്റാണ്, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ഇനി മെഷർ ചെയ്യണം. ഏതാ? എ ബി വൺ മെഷർ ചെയ്യണം. നിങ്ങൾ കോമ്പസിറ്റ് മെഷർ ചെയ്യുക. എനിക്ക് കോമ്പസിനേക്കാൾ എളുപ്പം ഇത് വെച്ച് മെഷർ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത്. എ ടു ബി ടു വരയ്ക്കണം. എ ടു ബി ടു ഇവിടെ വെച്ച് ഞാൻ റൊട്ടേറ്റ് ചെയ്യണം. 2.5 mm ആണ് എനിക്ക് ഇവിടെ കാണുന്നത്. അത് തന്നെ ഇവിടെ കൊണ്ടുവരുന്നു. ആദ്യം ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഒരു പോയിന്റ്, അതായത് ആ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് സ്പേസ് ഒക്കെ വേണം. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഇതാണ് എ ടു മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തു. ഇനി ബി ടു മാർക്ക് ചെയ്യണമെങ്കിൽ 2.5 എന്നല്ലേ നേരത്തെ വേണ്ടത്? 2.5 ഇവിടെ വെച്ചിട്ട് ഈ പോയിന്റ് ആയിരിക്കും ബി ടു. ഇത് ബി ടു. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ, ആ റെക്റ്റാങ്കിളിന്റെ ഈ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ നമുക്ക് നേരത്തെ മാറ്റി ചെയ്യായിരുന്നു. ഇനി അല്ലെങ്കിൽ എന്താ, ഈ ആംഗിൾ മെഷർ ചെയ്തിട്ടോ പല രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈ ആംഗിൾ മെഷർ ചെയ്യുക, ഈ ആംഗിൾ മെഷർ ചെയ്യുക. ഇത് ഈ പെന്റഗണിന്റെ 180 ഡിഗ്രി ഒന്നും ആയിരിക്കില്ല കേട്ടോ, വേറെ ഒരു ആംഗിളിലായിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എന്താ പല രീതിയിൽ ചെയ്യും. ഇപ്പോൾ വേറെ രീതി ഈ റെക്റ്റാങ്കിൾ വരയ്ക്കാതെ ചെയ്യുകയാണെങ്കിൽ വേറൊരു എളുപ്പ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തില്ലേ,
ഇത് ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കില്ലേ, ആ ലെങ്ത് മെഷർ ചെയ്ത് ആ പെർപെൻഡിക്കുലർ ലൈനിൽ അതിനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ഇയും സിയും കിട്ടും, ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ ഡിയും കിട്ടില്ലേ. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പല രീതിയിൽ ചെയ്യാം. ഞാൻ ഇവിടെ ഈ ലെങ്ത് എടുക്കുന്നു, ഡി ലൊക്കേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഇത് എത്രയാണ് വരുന്നത്? ഇത് എനിക്ക് 3.567 3.8 വരും. അപ്പൊ ഞാൻ ഇവിടുന്ന് 3.8, അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് എടുക്കാം. ഇതിന്റെ മിഡ് പോയിന്റ് എടുക്കണം. ഇതിന്റെ മിഡ് പോയിന്റ് എത്രയാണ്? 2.5 ആണ്. 2.5ന്റെ മിഡ് പോയിന്റ് അപ്രോക്സിമേറ്റ്ലി എത്രയാ? 1.25. അപ്പോൾ 1.25 ഇവിടെ ഈ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇതിലൂടെ ഈ പോയിന്റിലൂടെ എത്രയായിരുന്നു ഞാൻ പറഞ്ഞത്? 2.8 അല്ലേ നേരത്തെ മെഷർ ചെയ്തപ്പോൾ അല്ലേ? 2.567 സോറി 2.8 മാർക്ക് ചെയ്തു. അതിലൂടെ ഒരു ലൈൻ വരയ്ക്കുന്നു, തിൻ ലൈൻ വരയ്ക്കുന്നു. ടു പോയിന്റ് എയ്റ്റിനല്ലേ എനിക്കൊരു ഡൗട്ട്. ഓക്കെ, സോറി 2.8 ഇല്ല, 3.567 3.7 ആണ് വേണ്ടത്. ഇതോ? ഇത് 2.3. ഓക്കെ, അപ്പൊ അതേപോലെ ഞാനിവിടെ എടുക്കുകയാണ്. ടു പോയിന്റ് ത്രീയിലൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. അതേപോലെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക 3.6ലേക്ക്. ഓക്കെ, ഇതാണ് ആ പോയിന്റ്സ്. മനസ്സിലായി. നമുക്ക് ഇതൊക്കെയാ 2.2 അല്ലേ ഞാൻ പറഞ്ഞ? 2.2ഉം 3.6. ഓക്കെ, ഇപ്പൊ 2 പോയിന്റ് കിട്ടി. അപ്പൊ ആ പോയിന്റ്, ഒരു പോയിന്റ് ഇവിടെ ആയിരിക്കും, ഇവിടെ വരും. അടുത്ത പോയിന്റ് ഇത്. ഈ പോയിന്റ് ആണ് D2. ഓക്കെ, ഇനി ഇതെന്തിനാ വരച്ചത് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലാണ്, ഈ ലൈനിലാണ് എന്ത് വരുന്നത്? ഇയും സിയും വരുന്നത്. അപ്പൊ അതിന് ഇതിനാ ഇയും സിയും. ഇത് ഈ ലൈനിന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മെഷർ ചെയ്താൽ പോരെ? അവിടെ അല്ല, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണ് വരുന്നത്. 2.1 വരുന്നത്. ഓക്കെ, അപ്പൊ അത് 2.1 ആണ് വരുന്നത്. ഞാനിവിടെ 2.1 എടുത്തിട്ട് ഈ 2 പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റ് മാത്രം കിട്ടിയാൽ മതി, ലൈന് വരയ്ക്കണമെന്നില്ല. ഈ പോയിന്റും മാർക്ക് ചെയ്യുന്നു. അപ്പൊ എല്ലാ പോയിന്റ്സും കിട്ടും. ഓക്കെ, ഏതൊക്കെയാണ്? ഇവിടെ കിട്ടിയിരിക്കുന്നത് ഡി ആയിരിക്കും, ഇത് B2, സോറി ബി അല്ല, E2 ആയിരിക്കും. ഇപ്പുറത്ത് ഇ അല്ല, മുകളിൽ ഇ അല്ലേ വരുന്നത്? E2. അതേപോലെ ഈ പോയിന്റ് C2 സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യാം. ഇനി എ ബിയുടെ ഈ സെൻട്രലായിട്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? O2 കിട്ടുന്നത്. അപ്പൊ O2ലേക്ക് ജോയിൻ ചെയ്യാം. O2ലേക്ക് ജോയിൻ ചെയ്യുമ്പം ഇത് വിസിബിൾ ലൈൻ, ഇത് രണ്ടും ഡാഷ് ലൈൻ. ഓക്കെ, ഇങ്ങനെ ഇത് ഏതെങ്കിലും രീതിയിൽ ഇത് മാറ്റി വരയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുക, പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. ഇ എവിടെ വരെ വേണ്ടു? ഇവിടെ വരെ മതി. എ
XY ലൈനിലേക്കേ ഉള്ളൂ. ഇത് ഒയും ഡിയും, ഒ ഇവിടെ വരെ പോകുന്നുണ്ട്, ബി XY ലൈൻ വരെ മതി, സി ഏകദേശം ഇവിടെ വരെ ഉണ്ടാവും. ഇനി ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക. ഒ ബിയും ഇത് രണ്ടും അതിൽ വരും, ഡി ഇത് ഇതിലൂടെ പാസ് ചെയ്യുന്നു, ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും ചെയ്യുക. പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. ഇത് സി എന്നുള്ള ലൈനാണ്. സി എവിടെയാണ്? ഇവിടെയാണ് ഇത്, C2'. ഇത് ബി XY ലൈനിലാണ്, B2'. ഇതിൽ വരുന്ന ഡിയും ഒയും ആണ്. ഇവിടെ O2', ഡി വരുന്നത് BA, ഡി ഇവിടെയാണ്, D2'. അടുത്ത ലൈൻ ഇത് വരുന്നത് എയിൽ നിന്നാണ്, XY ലൈനിലാണ്, അതുകൊണ്ട് ഇത് A2'. ഇത് വന്നിരിക്കുന്നത് ഇയിൽ നിന്നാണ്, ഇ എവിടെയാണ് കിട്ടുന്നത്? ഇവിടെയാണ്. അപ്പൊ ഇത് E2'. അങ്ങനെ അപ്പൊ എല്ലാ പോയിന്റ്സും കിട്ടി. ഇവിടെ നോക്കുമ്പോൾ ബേസ് ആണ് വിസിബിൾ. അപ്പോൾ വിസിബിൾ എഡ്ജസ് വരയ്ക്കുക, ജോയിൻ ചെയ്യുക. AB, BC, CD, DE ജോയിൻ ചെയ്യും. ഇത് അപ്പെക്സിൽ EO ബൗണ്ടറി, DO വിസിബിൾ ആയിരിക്കും. DO ഇവിടെ നോക്കിയാൽ കാണും. ഇനി ഏതാണ്? AO വിസിബിളിനെ ക്രോസ് ചെയ്യുന്നു, അതുകൊണ്ട് ഇൻവിസിബിൾ ആയിരിക്കും. അതേപോലെ തന്നെയാണ് BOയും വരും. അത് രണ്ടും ഡാഷ് ലൈൻ വെച്ച് കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ആൻസർ. ആക്സസ് പ്രത്യേകിച്ച് വരയ്ക്കണമെന്നില്ല, കാരണം ആക്സസ് ഇവിടെയാണ് ഉണ്ടാവുക. ഇത്ര ലൈൻ മാത്രമേ ആക്സസ് ചെയിൻ ബീം സിംഗിൾ ഡാഷ് ഉണ്ടാവും. അത് പിന്നെ കാണില്ലല്ലോ, ബാക്കി വിസിബിൾ ലൈനിൽ വരുന്നത്. കാരണം ഇതാണ് ഇതിന്റെ ആൻസർ ഉണ്ടാവുക. ഡയമെൻഷൻ ചെയ്യുക. ഈ സൈഡ് ഗിവൺ ഡാറ്റാസ് ഇത് 30, ഇത് 60. നേരത്തെ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങളുടെ ക്ലാസ്സിലുള്ള നിതിൻ ആണ് എനിക്കത് വാട്സപ്പിൽ അയച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതെന്താ ബാക്കിയുള്ള ആർക്കും ഒന്നും മനസ്സിലായില്ലേ? എന്താ മിസ്റ്റേക്ക് വന്നത്? ഈ സെക്കൻഡ് ടോപ്പ് വ്യൂവിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മനസ്സിലായോ? വിസിബിൾ ഇൻവിസിബിൾ ലൈനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഇവിടുന്നല്ലേ നോക്കുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ ഈ COയും EOയും വിസിബിൾ ആയിരിക്കും. ഈ രണ്ട് ലൈൻസും കണ്ടിന്യൂസ് തിക്ക് ലൈൻ യൂസ് ചെയ്താൽ വരയ്ക്കേണ്ടത്, ഇതും തിക്ക് ലൈൻ യൂസ് ചെയ്താൽ വരയ്ക്കേണ്ടത്. കാരണം ഇവിടെ നോക്കുമ്പോൾ DO കാണും, ഇതിന്റെ അപ്പുറത്തായിട്ടുള്ള EOയും കാണും, COയും കാണും. അല്ലെങ്കിൽ നമ്മൾ റൂൾ യൂസ് ചെയ്യുന്നത് ഇൻവിസിബിൾ ബേസ് അല്ലേ? അപ്പൊ ഇൻവിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്നില്ല, അതായത് അപ്പെക്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ അതെന്തായിരിക്കും? വിസിബിൾ ആയിരിക്കില്ലേ? ആ കാര്യം ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ? അത് ചേഞ്ച് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവുകയാണെങ്കിൽ, കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 50 ആൻഡ് ആക്സിസ് 70 റെസ്റ്റ് ഓൺ VP വിത്ത് ഇറ്റ്സ് ആക്സിസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു VP ആൻഡ് 30 ഡിഗ്രി ടു HP. നമ്മൾ ചെയ്തതാണ്. HP റെസ്റ്റ് ചെയ്യുന്ന ചെയ്തതാണ്. നേരെ VP റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അപ്പാരന്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യണം, കാരണം ആക്സിസ് ആണ്. ആക്സിസിന്റെ ട്രൂ ഇൻക്ലിനേഷൻ ആണ് വന്നിരിക്കുന്നത്. അടുത്തത് കോൺ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ബേസ് 50 mm ഡയമീറ്റർ, ആക്സിസ് 65 mm ലോങ്, resting on one of its generator in HP and is inclined 50 degree to VP. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അസൈൻമെന്റിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതിലും വരയ്ക്കേണ്ടതാണ്. അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ 11 അല്ല, അത് ഞാൻ പറയാം, ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ പറയാം. 12 എന്തായാലും ചെയ്യണം. resting on one of its generator in HP and is inclined 50 degree to VP. അപ്പോൾ ആ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്
എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു. അടുത്തത് ജനറേറ്റർ റെസ്റ്റ് ചെയ്യുന്നു. റെസ്റ്റ് ചെയ്യുന്ന ജനറേറ്റർ ഇത് എ ഒ ആണെങ്കിൽ ഇവിടെ എ ഡാഷ് ഒ ഡാഷ്, ഈ എ ഡാഷ് ഒ ഡാഷ് ആണ്, സോറി ഇങ്ങനെയല്ല, രണ്ടും ഒന്നും ഉണ്ടാവില്ല, എറേസ് ചെയ്യുന്നത്. ഈ എ ഡാഷ് ഒ ഡാഷ് ആണ് എച്ച് പിയിൽ കിടക്കുന്നത്. എ ഡാഷ് ഒ ഡാഷ് ജനറേറ്ററിൽ എച്ച് പി റെസ്റ്റ് ചെയ്യുന്നല്ലേ, അപ്പൊ എ ഡാഷ് ഒ ഡാഷ് ഇവിടെ മാറ്റിയിട്ട് A1 ഡാഷ് O1 ഡാഷ് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ബാക്കി അടുത്ത സ്റ്റേജിൽ ഇത് ഇവിടെ ഇങ്ങനെ കിട്ടും. അടുത്ത സ്റ്റേജിൽ ആക്സിസിനെല്ലാം മാറ്റി വരയ്ക്കേണ്ടത് അടുത്ത സ്റ്റേജിൽ അപ്പാരന്റ് ആംഗിൾ വരുമോ ഇല്ലയോ. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ വെൻ അപ്പെക്സ് ഈസ് നിയറർ ടു വി പി എന്ന് കൂടെ തരുന്നുണ്ട്. വൺ ഓഫ് ഇറ്റ്സ് ജനറേറ്റർ ഇൻ എച്ച് പി ആൻഡ് ഈസ് ഇൻക്ലൈൻ 50 ഡിഗ്രി ടു വി പി. ഇവിടെ മാറ്റി വരയ്ക്കണോ വേണ്ടയോ, അപ്പാരന്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യണോ വേണ്ടയോ, എന്താണ് ആർക്കും പറയാൻ പറ്റുമോ? അപ്പാരന്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യണോ അല്ലെങ്കിൽ അത് തന്നെ യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റുമോ? എന്താ വരിക? എന്താണ് നമ്പർ തന്നെ വിളിക്കണോ? എന്താ കേട്ടില്ല, കട്ടായി പോയി, എവിടെ കട്ടായി പോയി? ശരിക്കും ആലോചിച്ച് നോക്കുക, എന്തിനാ ഫൈൻഡ് ചെയ്യേണ്ടി വരുമോ? ആക്സിസ് ആണോ തന്നിരിക്കുന്ന ആംഗിൾ, ആൻഡ് ഈസ് ഇൻക്ലൈൻ 50 ഡിഗ്രി ടു വി പി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജനറേറ്റർ അല്ലേ, ജനറേറ്റർ ഇപ്പൊ എച്ച് പിയിലല്ലേ ഉള്ളത്, ഇത് ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് അല്ലേ, ടോപ്പ് വ്യൂയിലും ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് അല്ലേ കിട്ടുക, ആക്സിസ് അല്ല. ആക്സിസ് ആണെങ്കിൽ ആക്സിസ് റെഡ്യൂസ്ഡ് ആവും, കണ്ടോ, ആക്സിസ് റെഡ്യൂസ്ഡ് ആവും. ഓക്കെ, ഞാൻ ഇതിലേക്ക് വരാം. ഇവിടെ ഈ പ്രോബ്ലം ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്, സർക്കിൾ വരയ്ക്കുക, ജനറേറ്റർ ഇൻ എച്ച് പി. ഇപ്പൊ ജനറേറ്റർ എ ഡാഷ് ഒ ഡാഷ് ആണ് എച്ച് പിയിൽ വരുന്നത്. ഇതിനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോയിന്റ്സ് ഒക്കെ എടുത്ത് വരയ്ക്കുന്നത് ഞാൻ റഫായി വരയ്ക്കുകയാണ്, നിങ്ങൾ ചെയ്തു കൊണ്ടുവരിക. ഇങ്ങനെയല്ലേ കിട്ടുക. ഈ ജനറേറ്റർ ഏതാ, A1 O1 അല്ലേ, ഈ A1 O1ന്റെ ഇവിടുത്തെ ലെങ്തും ഇവിടുത്തെ ലെങ്തും ഇവിടുത്തെ ലെങ്തും സെയിം അല്ലേ, അല്ലേ? അപ്പൊ നമുക്ക് അപ്പാരന്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യണോ വേണോ? ആലോചിച്ച് കാരണം ജനറേറ്ററിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, ജനറേറ്റർ എച്ച് പിയിലാണ്. അപ്പൊ എ ലൈൻ ഈസ് ഇൻ എച്ച് പി. ഇനി അടുത്തത് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു വി പി ആകാൻ പോകുന്നു. ബട്ട് ഇപ്പോഴും ലൈൻ എവിടെയാണ്, എച്ച് പി തന്നെയാണ്. അപ്പൊ ലൈൻ ഈസ് ഇൻ എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി ആണെങ്കിലും ടോപ്പ് വ്യൂല് ട്രൂ ലെങ്ത് അല്ലേ തരിക, ട്രൂ ലെങ്ത് ട്രൂ ഇംഗ്ലീഷിൽ വരച്ചോട്ടെ. അപ്പൊ ഇവിടെ എന്തെടുക്കേണ്ട ആവശ്യമില്ല, അപ്പാരന്റ് ആംഗിൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. എന്താണ് ഞാൻ പറഞ്ഞ റൂൾ നിങ്ങൾ നോക്കുക, ഇവിടെ മാറ്റി വരയ്ക്കേണ്ടത് ആക്സിസ് അല്ല. ആക്സിസ് ആണെങ്കിൽ ആക്സിസ് ഈസ് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി എന്ന് തരും. ഇവിടെ തന്നിരിക്കുന്നത് ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആൻഡീസ് ഉദ്ദേശിക്കുന്നത് ഏതാ, അവിടെ ഉദ്ദേശിക്കുന്നത് ആ ജനറേറ്റർ, ആൻഡീസ് ഇൻക്ലൈൻ 45 ഡിഗ്രി ടു വി പി എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡീസ്, അപ്പൊ ആ ലൈൻ തന്നെയാണ്, ആ ജനറേറ്റർ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് ആണ്. കാരണം ഇതിനെ മാറ്റി എ ഡാഷ് ഒ ഡാഷിന് ആ എ ഡാഷ് ഒ ഡാഷ് ആണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ലെങ്തും സെയിം ആണ് നമുക്കറിയാം, ഇത് രണ്ടും സെയിം ആണ്. ഇവിടെ പ്രൊജക്ട് ചെയ്താൽ A1 O1 സെയിം ആണ്. അപ്പൊ A1 O1 ട്രൂ ലെങ്ത് ആണ് അല്ലെ, ഇത് ട്രൂ ലെങ്ത് ആണ്. ഇവിടെയും ഇത് ട്രൂ ലെങ്ത് ആണ്. കാരണം എന്താ, ഈ ലൈനിന്റെ പ്രത്യേകത, അത് ട്രൂ ലെങ്ത് എങ്ങനെയാ മനസ്സിലായേ? ഇതല്ലേ ആ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ, ഇത് ഫ്രണ്ട് വ്യൂ. അതിന്റെ ടോപ്പ് വ്യൂ ഏതാ, AO. ടോപ്പ് വ്യൂ എക്സ് വൈ ലൈന് പാരല്, ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈൻ ഇൻക്ലൈൻഡ് ആണെങ്കിൽ ലൈൻ പാരലൽ ടു വി പി ആയിരിക്കും. ലൈനിന്റെ പ്രശ്നം നോക്കുക, ലൈൻ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി, എ ഡാഷ് ബി ഡാഷ്, അതിന്റെ ടോപ്പ് വ്യൂ എ ബി എക്സ് വൈ ലൈനിന് പാരലൽ ആയിരിക്കും. അതേ കണ്ടീഷനിൽ ഇവിടെ വരുന്നേ, AO എക്സ് വൈ ലൈന് പാരലൽ. അപ്പൊ എന്താണ്, AO എക്സ് വൈ ലൈന് പാരലൽ ആണെങ്കിൽ എ ഡാഷ് ഒ ഡാഷ്
ട്രൂ ലെങ്ത് ആയിരിക്കും. അപ്പൊ ഇത് ട്രൂ ലെങ്ത് ആണെന്ന് അറിയാം. ആ സെയിം ട്രൂ ലെങ്ത് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പ്രൊജക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ട്രൂ ലെങ്ത്. അപ്പൊ ട്രൂ ലെങ്തിനെ നമുക്ക് എന്തെടുക്കാം? ട്രൂ ഇൻക്ലിനേഷനിൽ എടുക്കാം. ഇവിടെ 5 ഡിഗ്രിയിൽ വരച്ചിട്ട് മാറ്റി വരയ്ക്കാം. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇത് കുറേ പേര് മിസ്റ്റേക്ക് വരുത്തിക്കും. കാരണം എന്താ? കൂടുതൽ ആലോചിക്കുന്നവരാണ്. കാരണം ഇവിടെ ആക്സിസ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ആക്സ് ആണെങ്കിൽ എന്താ? ആക്സ് റെഡ്യൂസ്ഡ് ആകുന്നുണ്ട്, അപ്പൊ അപ്പാരന്റ് ആംഗിൾ എടുക്കണം. ട്രൂ ആംഗിൾ ആണെങ്കിൽ അപ്പാരന്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യണം. ഇവിടെ ആക്സിസ് അല്ല മാറ്റി വരയ്ക്കേണ്ടത് ഈ ലൈനാണ്. ഈ ജനറേറ്ററിനെയാണ് തന്നിരിക്കുന്നത്. ആ ജനറേറ്റർ തന്നെ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ വരുന്നതായിരിക്കും. ജനറേറ്റർ തന്നെയാണ് ആക്സ് കിടക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാല് ആക്സിസിന്റെ അപ്പാരന്റ് ആംഗിൾ ആണ്, ബട്ട് അത് ജനറേറ്ററിന്റെ ട്രൂ ആംഗിൾ ആണ്. ഓക്കെ, ആ ഒരു കൺഫ്യൂഷനാണ് വരിക. കാരണം ഇത് രണ്ടും ഒരു ലൈനിലല്ലേ, അപ്പൊ അതുകൊണ്ട് മാറ്റി വരയ്ക്കേണ്ടത്. അങ്ങനെ ചെക്ക് ചെയ്യരുത്. നിങ്ങൾ നോക്കേണ്ട ലൈൻ ഇപ്പോൾ എച്ച് പിയിലാണ് ലൈൻ കിടക്കുന്നത്. അപ്പൊ ലൈൻ എച്ച് പിയിലാണെങ്കിൽ ഇൻക്ലൈൻ ടു വി പി ആകാനാണ് പോകുന്നത്. ഇൻക്ലൈൻ ടു വി പി ആകുമ്പോഴും അത് ലൈൻ എച്ച് പി തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. ആ ടോപ്പ് വ്യൂ മേക്കുന്ന ആംഗിൾ ട്രൂ ആംഗിൾ ആയിരിക്കും. അതാണ് ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇതും ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? കുറെ പേര് തെറ്റി ആൻസർ ചെയ്യും. ഈ 2 സ്റ്റേജും ശരിയായിരിക്കും, 12 മാർക്ക് കിട്ടും. ഇത് തെറ്റിപ്പോകും. ഓക്കെ, ഇപ്പൊ സോളിഡ്സിന്റെ പ്രോബ്ലം ചെയ്യും. അത് എല്ലാ ടൈപ്പ് പ്രോബ്ലവും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാ ടൈപ്പ് പ്രോബ്ലവും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ആരും ഒന്നും പറയാത്തത്? നിങ്ങളെ ഒരു 3-4 പേരുണ്ടായിരുന്നല്ലോ സ്ഥിരം റിപ്ലൈ തരുന്ന, അവരൊക്കെ ഇപ്പം പോയോ? എന്തായി? എന്ത് പറ്റി? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെക്സഗണൽ പിരമിഡ് റസ്റ്റിംഗ് ഓൺ HP on one of its triangular face with axis parallel to VP. അത് നേരത്തെ ഫസ്റ്റ് ചെയ്ത സെയിം പ്രോബ്ലം തന്നെ. ഓക്കെ, അടുത്തത് ഇതോടെ കഴിഞ്ഞു. ട്രയാങ്കുലാർ പ്രിസം. ഇത് റിപ്പീറ്റ് ചെയ്യാണ് ക്വസ്റ്റ്യൻ. അത് സപ്ലിമെന്ററി എക്സ് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിന് എടുത്താണ്. സപ്ലിമെന്ററി എക്സാമിനൊക്കെ പഴയ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുന്നുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ അടുത്ത് കിട്ടും. ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോബ്ലം ആണ് എനിക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.